ടെലിവിഷൻ ചാനലിലെ എഡിറ്റേഴ്സ് അവറിൽ തടസ്സമില്ലാതെ ഒഴുകുന്ന വാക്കുകളും വാനോളം ഉയരുന്ന ആത്മവിശ്വാസവുമായി വാദമുഖങ്ങൾ നിരത്തുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ GST ഇന്റലിജൻസ് വിഭാഗത്തിന് മുന്നിൽ പൂർണ്ണമായും പതറി. കായിക ലോകം ഉറ്റുനോക്കിയ ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കും എന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ GST ഉദ്യോഗസ്ഥർ നിരത്തിയ 50ഓളം ചോദ്യങ്ങളിൽ 10ൽ താഴെ എണ്ണത്തിന് മാത്രമാണ് അദ്ദേഹത്തിന് മറുപടി നൽകാനായത്. ബാക്കി ചോദ്യങ്ങൾക്ക് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം വിയർക്കുകയായിരുന്നു. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെയും സംഘത്തെയും കേരളത്തിലെത്തിക്കാൻ എന്ന പേരിൽ വിദേശ അക്കൗണ്ടിലേക്ക് 126 കോടി രൂപ കൈമാറിയെന്ന അവകാശവാദത്തിലാണ് GST അന്വേഷണം പുരോഗമിക്കുന്നത്. വ്യാഴാഴ്ച കാഞ്ഞങ്ങാട്ടെ GST ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ ആന്റോ അഗസ്റ്റിനോട് ഇത്രയും ഭീമമായ തുക വിദേശത്തേക്ക് അയച്ചതിന്റെ കൃത്യമായ രേഖകളുണ്ടോ എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ആദ്യ ചോദ്യം. ചാനൽ മുറികളിലെ അതേ ആത്മവിശ്വാസത്തോടെ എല്ലാത്തിനും കൃത്യമായ രേഖകളുണ്ട് എന്ന് അദ്ദേഹം മറുപടി നൽകി. എന്നാൽ ആ രേഖകൾ കാണിക്കൂ എന്ന് ഉദ്യോഗസ്ഥർ നിലപാട് കടുപ്പിച്ചതോടെ ആന്റോയുടെ പ്രതിരോധം തകർന്നു. രേഖകളൊന്നും നിലവിൽ കയ്യിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു എന്നാണ് മറുപടി നൽകിയത്. കൃത്യമായി തയ്യാറാക്കിയ 50ഓളം ചോദ്യങ്ങളുടെ നീണ്ട പട്ടികയുമായാണ് കാഞ്ഞങ്ങാട്ടെ GST ഇന്റലിജൻസ് വിംഗ് ആന്റോ അഗസ്റ്റിന് മുന്നിലിരുന്നത്. 1 വർഷം മുൻപാണ് കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് GST വകുപ്പ് സമൻസ് നൽകിയത്. ഇത്രയും ദീർഘമായ സമയം അനുവദിച്ചിട്ടും ഒരു രേഖ പോലും ഹാജരാക്കാനില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹത്തിനായില്ല. രേഖകളെല്ലാം ഉടൻ ഹാജരാക്കാമെന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകിയെങ്കിലും GST ഓഫീസിന് പുറത്തിറങ്ങി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. രേഖകളെല്ലാം തന്റെ കൈവശമുണ്ട് എന്നും എന്നാൽ അത് പുറത്തു കാണിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു ആന്റോ അഗസ്റ്റിന്റെ വിചിത്രമായ വാദം. ചോദ്യം ചെയ്യൽ പൂർത്തിയായി 10 ദിവസത്തിലേറെ പിന്നിട്ടിട്ടും ഹാജരാക്കാമെന്ന് സംബന്ധിച്ച ഒരു രേഖ പോലും GST ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന വാദത്തിൽ മാത്രമാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. മെസ്സിയെ കൊണ്ടുവരുന്ന വിഷയം അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നുവെന്നും അന്നത്തെ മുഖ്യമന്ത്രിക്ക് അർജന്റീന സ്പോർട്സ് അസോസിയേഷനിൽ നിന്നും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൂടാതെ കേന്ദ്ര കായിക മന്ത്രാലയം റിസർവ് ബാങ്കിനോട് ഇതിന്റെ നികുതി ഇളവ് കാര്യങ്ങളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ കേന്ദ്രം നൽകുന്ന ടാക്സ് ഫ്രീ ഇളവുകളിൽ GST ഉൾപ്പെടില്ലെന്ന നിയമവശം ഉദ്യോഗസ്ഥർ അക്കമിട്ട് നിരത്തിയതോടെ ആന്റോ വീണ്ടും കുടുങ്ങി. മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരാത്ത സ്ഥിതിക്ക് GST അടയ്ക്കേണ്ട ചോദ്യമേ ഉദിക്കുന്നില്ലെന്ന സാങ്കേതിക വാദം ഉയർത്താൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അത് ഉദ്യോഗസ്ഥർ തള്ളി. തുക വിദേശത്തേക്ക് കൈമാറിയ സ്ഥിതിക്ക് നിയമപ്രകാരമുള്ള GST അടച്ചേ മതിയാകൂ എന്ന് ഇന്റലിജൻസ് വിഭാഗം വ്യക്തമാക്കി. പരിപാടി റദ്ദാക്കപ്പെടുകയാണെങ്കിൽ അടച്ച തുക പിന്നീട് തിരിച്ചെടുക്കാമല്ലോ എന്ന യുക്തിയും ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു. സംസ്ഥാന സർക്കാരുമായി ധാരണയുണ്ടെന്നും ഇതിനായി 2 സർക്കാർ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും ആന്റോ ആവർത്തിക്കുന്നുണ്ടെങ്കിലും കോടികളുടെ സാമ്പത്തിക സ്രോതസ്സും നികുതി വെട്ടിപ്പ് സംശയങ്ങളും പരിഹരിക്കാൻ ഈ മറുപടികൾ പ്രാപ്തമല്ല. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് GST ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തീരുമാനം.